ബുക്ക് ഓഫ് ജെറമായ, യെരമ്യ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യമാണ്. യെരമ്യ പ്രവാചകന്റെ പുസ്തകം 12-ന്റെ 5-ാമത്തെ വാക്യം വായിക്കാമോ? യെരമ്യ 12-ന്റെ 5. Jeremiah chapter 12, verse 5. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? If you have raced with foot runners and they have wearied you, how will you compete with horses? And if in a safe land you fall down, how will you fare in the thickets of Jordan? നമ്മൾ ഈ വേദഭാഗം ഈ വാക്യത്തിൽ കേന്ദ്രീകരിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ ആ ഒരു ഭാഗം മനസ്സിലാക്കണമെങ്കിൽ 11-ാം അധ്യായത്തിന്റെ 18 മുതൽ 12-ന്റെ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ എടുക്കുന്നത്. ഈ 5-ാമത്തെ വാക്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലവും അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ ഞാൻ സമയം എടുക്കുന്നില്ല. 1-2 കാര്യങ്ങൾ ഈ പ്രവാചകനെ പറ്റി, ഈ പ്രവചന പുസ്തകത്തെ പറ്റി പറഞ്ഞാൽ, പഴയ നിയമത്തിലെ തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലോങ്സ്റ്റ് ബുക്സ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. യെരമ്യാവ് എന്ന് പറയുന്ന പ്രവാചകനെ പറ്റി നമ്മൾ ഈ പുസ്തകത്തിന്റെ ആരംഭ വാക്യങ്ങൾ വായിച്ചാൽ, താൻ ഒരു പൗരോഹിത്യ കുടുംബത്തിൽ, തന്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു, ഹിലിക്കിയ പുരോഹിതന് ആ കുടുംബത്തിൽ ജനിച്ച ഒരു മകനാണ് യെരമ്യാവ് എന്നൊക്കെ ഇതിന്റെ ആദ്യത്തെ അധ്യായങ്ങൾ കാണുന്നുണ്ട്. യെരമ്യാവിനെ ഈ പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് വിളിക്കുന്നത് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 1-ാമത്തെ അധ്യായത്തിൽ വളരെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു വാക്യമാണ്, നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു, നീ ഗർഭപാത്രത്തിൽ പുറത്തു വരുന്നതിന് മുന്നേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരുന്നു. അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്, ജാതികൾക്കൊരു പ്രവാചകനായി നിന്നെ നിയമിച്ചിരുന്നു, എ പ്രോഫറ്റ് ടു ദി നേഷൻസ് എന്നുള്ള നിലയിൽ പ്രാരംഭ അധ്യായങ്ങളിൽ യെരമ്യാവിന്റെ കോളിങ്ങിനെ പറ്റിയൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും യെരമ്യാവ് ശുശ്രൂഷിച്ച ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, യഹൂദ രാജ്യത്തിന്റെ അവസാനത്തെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ, അവസാനത്തെ രാജാവ് എന്ന് പറയുമ്പോൾ ബാബിലോൺ പ്രവാസത്തിലേക്ക് ജനം പോകുന്നതിന് തൊട്ട് മുന്നേയുള്ള കാലയളവ്, ബാബേൽ പ്രവാസത്തിലെ പോകുന്ന നാളുകൾ, ഈ നാളുകളിലാണ് യെരമ്യ പ്രവാചകൻ പ്രവചിച്ചത്. പ്രത്യേകിച്ച് തന്റെ പ്രവചന സന്ദേശം ന്യായവിധി വരുന്നതും ഈ ബാബിലോൺ സൈന്യം ഇസ്രായേലിനെ, യഹൂദന്മാരെ നശിപ്പിക്കാൻ കടന്നു വരുന്നതൊക്കെയാണ് ഇതിനകത്തിലെ പ്രധാനമായിട്ട് താൻ ജനത്തോട് അറിയിക്കുന്നത്. ഇന്ന് നമ്മൾ ആ ഭാഗങ്ങൾ, ആ പശ്ചാത്തലമൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ഈ വായിച്ച വാക്യത്തിലെ ചില ചിന്തകൾ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് വരുമ്പോ ഒരു കാര്യം, ഈ പ്രവാചകനെ പറ്റി നമ്മൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഈ പ്രവാചകനെ പറ്റി പറയുന്ന ഒരു നിങ്ങൾക്ക് അറിയായിരിക്കും, വീപ്പിംഗ് പ്രോഫറ്റ് എന്നുള്ള ഒരു പേര് പ്രവാചകനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കരയുന്ന പ്രവാചകൻ, നിലവിളിക്കുന്ന പ്രവാചകൻ. അങ്ങനെ പറയാനുണ്ടായ കാരണം, ഈ യെരമ്യാവിന്റെ പുസ്തകം പഠിക്കുന്നവർ പറയുന്ന ഒരു അഭിപ്രായമാണിത്. ഹി ഈസ് ദ മോസ്റ്റ് ഹ്യൂമൻ ഓഫ് ഓൾ പ്രോഫറ്റ്സ്. എല്ലാ പ്രവാചകന്മാരിലും മോസ്റ്റ് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകം വായിച്ചാൽ പ്രവാചകൻ ഒരു സൈഡിൽ ശക്തമായി ധൈര്യത്തോടെ ഈ ശക്തമായ വാണിംഗും ന്യായവിധിയുടെ ദൂത് പറയുമ്പോൾ തന്നെ തന്റെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ വളരെ നിരാശനായി, വളരെ വിഷമത്തോടെ, വളരെ ആകുല ചിന്തയോടൊക്കെ ദൈവസന്നിധിയിൽ വന്ന് നിലവിളിക്കുന്ന, കരയുന്ന പ്രവാചകനെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു കോൺട്രാസ്റ്റ് ആണ്. ഒരു സൈഡിൽ നോക്കുമ്പോൾ താൻ ശക്തമായിട്ട് പറയും, എന്നെ എതിർക്കുന്ന സകല ശത്രുക്കളെയും ന്യായം വിധിക്കണമെന്ന് പറയുമ്പോൾ തന്നെ മറു സൈഡിൽ ആ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു പ്രവാചകനാണ്. ഒരു സൈഡിൽ ശക്തമായി എതിർപ്പുകളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രവാചകൻ, മറു സൈഡിൽ എതിർപ്പുകളുടെ മുമ്പിൽ പകച്ചു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന, മടുത്തു പോകുന്ന ഒരു നിലയിലേക്ക് മാറുന്നത് നമുക്ക് ഈ പ്രവചന പുസ്തകത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് തന്നെ ഈ ഒത്തിരി കരച്ചിലും വിലാപങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ തുടർമാനമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് തന്നെ വീപ്പിംഗ് പ്രോഫറ്റ്, കരച്ചിലിന്റെ പ്രവാചകൻ എന്ന് വിളിക്കാൻ കാരണം.
ആ ഭാഗങ്ങൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ടെക്സ്റ്റുമായിട്ട് അല്പം ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇനി നമ്മൾ എടുത്ത വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച കുറിവാക്യം 12-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ഇത് ദൈവത്തിന്റെ ഒരു മറുപടിയാണ്. പ്രവാചകനോട് ദൈവം മറുപടി പറയാം. എന്തിനുള്ള മറുപടിയാണ്? അതിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട് വരണം. ഈ 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ യെരമ്യാവ് ദൈവത്തോട് കംപ്ലൈനിങ്, തന്റെ വേവലാതി ദൈവസന്നിധിയിൽ തുറന്ന് പറയുക. പ്രധാനമായിട്ടും ചില ചോദ്യങ്ങളാണ്. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെ നിർഭയരായിരിക്കുന്നതിന്റെ കാരണം എന്ത്? അർത്ഥം ഇത്രേ ഉള്ളൂ. താൻ നോക്കുമ്പോൾ തനിക്കെതിരെ നിൽക്കുന്ന, ഈ ശുശ്രൂഷക്കെതിരെ നിൽക്കുന്ന ദുഷ്ടന്മാരുടെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോവുക. പക്ഷെ തന്റെ ജീവിതം അതികഠിനമായ സാഹചര്യത്തിൽ കൂടെ പോകുക. തന്റെ സാഹചര്യം അങ്ങോട്ട് ഇംപ്രൂവ് ആകുന്നില്ല. ഈ സിറ്റുവേഷൻ ഇസ് നോട്ട് ഇംപ്രൂവിങ്. അതേഴ്സ് ആർ എൻജോയിങ്, ബട്ട് ഹിസ് സിറ്റുവേഷൻ ഇസ് വെരി പെയിൻഫുൾ. ഞാൻ ഈ വർഷത്തിന്റെ പ്രാരംഭത്തിലേക്ക് ഈ വാക്യത്തെ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഒരു സന്ദേശമായിട്ട് ഞാൻ ഈ വാക്യത്തിൽ നിന്ന് പറയട്ടെ. പോയ വർഷങ്ങൾ ചിലപ്പോൾ ഇതിന് സമാനമായ പ്രതിസന്ധിയിൽ കൂടെ പോയവർ എന്നെ കേൾക്കുന്നവരിൽ കണ്ടേക്കാം. ആഗ്രഹിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ ഈ വർഷമെങ്കിലും എല്ലാം നല്ലതാകുമായിരിക്കും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയോടൊക്കെ കാലുവെച്ചവർ കണ്ടേക്കാം. ഞാനിത് പറയുമ്പോൾ ഇതിനകത്ത് ഒരു പേഴ്സണൽ ലെസണുണ്ട്. ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്നത് 2002-ലാണ്. മറ്റൊരു രാജ്യത്ത് വെച്ചാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്നത്. അപ്പോൾ അന്ന് വളരെ ഇന്നസെന്റായി, വളരെ അത്ര കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു ആരംഭഘട്ടം. അന്നൊക്കെ എൻ്റെ പിതാവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഈ ദിവസങ്ങൾ ഓർക്കാനിടയായി. വിശ്വാസത്തിൽ വന്നതിന് ശേഷം പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ താൻ നേരിട്ടു. കുടുംബമായി ഞങ്ങൾ കടന്നുപോയി. അപ്പോൾ ഓരോ വർഷത്തിന്റെ അവസാനവും ഇതേപോലെ ന്യൂ ഇയർ സർവീസ് ഒക്കെ കഴിഞ്ഞ് പുതിയ വർഷത്തിൽ ജാനുവരിയിലേക്ക് കടക്കുമ്പോൾ എൻ്റെ പപ്പ പൊതുവെ പറയായിരുന്നു, മോനെ, മക്കളെ, ഈ വർഷം നമ്മുടെ പ്രയാസമൊക്കെ തീരും. ഈ വർഷം നമുക്ക് നമ്മുടെ പോയ വർഷത്തിലെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന വർഷമാണ്. 2002 മുതൽ 3 മുതൽ താൻ ഇത് പറയായിരുന്നു. വർഷങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒന്നും അങ്ങനെ അങ്ങോട്ട് കാര്യമായിട്ട് മാറ്റം ഉണ്ടായില്ല. എല്ലാ വർഷവും, ഇതിപ്പോ വർഷത്തിന്റെ ആരംഭം, എനിക്ക് ഏറ്റവും സിമ്പിള് വലിയ അനുഗ്രഹം വരുന്നെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഒരു പ്രോമിസ്, ഒരു ഹോപ്പ് തരുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? ദൈവം പ്രവാചകനോട് പറഞ്ഞ അതേ കാര്യ പറയാനുള്ളത്. എന്തുവാ ദൈവം പറയുന്നത്? നിരാശയിൽ കൂടെ ക്ഷീണിച്ചു പോയ, പ്രതിസന്ധികളുടെ മുമ്പിൽ തളർന്നിരിക്കുന്ന പ്രവാചകനെ ധൈര്യപ്പെടുത്തിയത് ഇതെല്ലാം മാറി വലിയ വിശാലത വരുന്നല്ല, മറിച്ച് ഗോഡ് ഈസ് ടെല്ലിങ്, നീ ഇപ്പോൾ ഓടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ടഫായിരുന്നു. യെസ് പാസ്റ്റർ, ഭയങ്കര ബുദ്ധിമുട്ടിക്കൂടാ ഞങ്ങളുടെ പോയ പാസ്റ്റർക്ക് അത് മനസ്സിലാകത്തില്ല. ദൈവത്തിന് മനസ്സിലാവുന്നുണ്ട്. ഗോഡ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് യുവർ പ്രോബ്ലം. നമ്മുടെ വേദന കർത്താവിന് അറിയാം. പക്ഷെ കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? അത് കാലാളുകളോട് കൂടെയുള്ള ഓട്ടമായിരുന്നു.
ഇതിനേക്കാളും വലിയ ഓട്ടങ്ങൾ മുന്നിൽ ഓടാനുണ്ട്. ഇതിലും ശക്തമായ ചലഞ്ചുകൾ, വെല്ലുവിളികൾ നേരിടാനുണ്ട്. ക്ഷീണിച്ചിരിക്കുന്ന പ്രവാചകനോട് ദൈവം പറയാ, ഓ പ്രൊഫറ്റ്, ഇതിൽ നീ ക്ഷീണിച്ചു പോയോ? ഇതിൽ നീ ക്ഷീണിക്കരുത്. ഇതിനേക്കാളും ഗ്രേറ്റർ യുദ്ധങ്ങൾ നിനക്ക് ചെയ്യാനാണ്. ക്ഷീണിച്ചിരിക്കുന്ന പ്രവാചകന്റെ തോളിൽ തട്ടി ദൈവം പറയുന്നത്, ഗെറ്റ് റെഡി, ധൈര്യപ്പെടുക. ഇന്നത്തെ പോയ ദിവസങ്ങളിലെ പോരാട്ടം ഇതിലും വലിയ ചില പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കം മാത്രമാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ടഫർ, ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ഇന്റൻസ് എന്നാണ് പറയുന്നത്. ക്ഷീണിച്ചു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ. ഇത് ഓട്ടം തുടങ്ങിയതേ ഉള്ളൂ. ശക്തമായ എതിർപ്പുകൾ, വെല്ലുവിളികൾ നേരിടാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ പ്രവാചകനെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ് ഇവിടെ പറയുന്നത്. നമുക്കിത് കേൾക്കുമ്പോ എത്രത്തോളം ധൈര്യം വരുമെന്ന് അറിയത്തില്ല. പക്ഷെ യേശു കർത്താവ് ഇത് തന്നെയാണ് പറഞ്ഞത്, ഡു നോട്ട് ബി അഫ്രൈഡ്. കാരണം എന്താ? ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നല്ല യേശുവും പറഞ്ഞേ. അതെ, ലോകത്തിൽ കഷ്ടമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വർഷം മാറുമ്പോൾ എല്ലാം തീരുമെന്നല്ല. ശക്തമായ പ്രതിസന്ധികൾ ഉണ്ടാകും. ചലഞ്ചസ് വിൽ ബി ഗ്രേറ്റർ. ഇനിയും ഞാൻ ഈ 12:5 ദൈവം ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ പ്രവാചകൻ ഇങ്ങനെ നിരാശപ്പെട്ടു പോകാനുണ്ടായ പശ്ചാത്തലം ഞാൻ ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, 11:18 മുതൽ വായിച്ചെങ്കിൽ നമുക്ക് വ്യക്തമാകത്തുള്ളൂ എന്തുവാണ് അവിടുത്തെ പ്രശ്നം എന്ന് മനസ്സിലാക്കണമെങ്കിൽ 11:18 മുതൽ നമ്മൾ വായിക്കണം. ഒന്ന് നോക്കണമേ, 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. എന്തുകൊണ്ടാണ് 12 ഇങ്ങനെ നിലവിളിയും ഇങ്ങനെയുള്ള ഈ ഉത്തരത്തിലേക്കൊക്കെ വരാനുണ്ടായ സാഹചര്യം? 11:18 ഒന്ന് വായിക്കാം. ജെറമയ ചാപ്റ്റർ 11 വേഴ്സ് 18 ഓൺവേഴ്സ്. യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അത് അറിഞ്ഞു. അന്ന് നീ അവരുടെ പ്രവൃത്തികളെ എനിക്ക് കാണിച്ചു തന്നു. ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാട് പോലെ ആയിരുന്നു. അവന്റെ പേർ ആരും ഓർക്കാതെ ഇരിക്കേണ്ടതിന് നാം വൃക്ഷത്തെ ഫലത്തോടുകൂടെ നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേദിച്ചു കളയ എന്നിങ്ങനെ അവർ എന്റെ നേരെ ഉപായം നിരൂപിച്ചത് ഞാൻ അറിഞ്ഞതും ഇല്ല. കേക്കണേ, സംഭവം എന്തുവാന്ന് ശരിക്കും ശ്രദ്ധിക്കണം. 18 ദൈവത്തോടുള്ള പ്രാർത്ഥന, നിലവിളി തുടങ്ങുക. എന്തുവാ പ്രശ്നം? പ്രവാചകൻ പറയാ, അയ്യോ, നീ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അറിയത്തില്ലായിരുന്നു. നീ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് അവരുടെ പ്രവൃത്തികൾ എനിക്ക് മനസ്സിലായത്. എന്നിട്ട് അവിടെ എഴുതിയേക്കുന്ന ഒരു വാക്കുണ്ട് 19 ആരംഭത്തിൽ, ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മരുക്കമുള്ള കുഞ്ഞാടിനെ പോലെ ആയിരിക്കുന്നു. ഇതേ വാക്ക് നമുക്കറിയാം, യേശു കർത്താവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയത്തില്ലേ, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാണ്? യേശുവിനെ ക്രൂശീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോട് കമ്പയർ ചെയ്യുക. യേശുവിനെ അവര് ക്രൂസിഫൈ ചെയ്യാൻ പോവുകയാണ്, അതിനോട് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ്. അതിന് സമാനമായ ഒരു കാര്യമാണ് യെരമ്യാവും പറയുന്നത്. എന്റെയും അവസ്ഥ ഇപ്പൊ എന്തുവാ? അറുപ്പാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയാ. പക്ഷെ യേശു കർത്താവും യെരമ്യാവും തമ്മിലുള്ള വ്യത്യാസം, യേശുവിനെല്ലാം അറിയാമായിരുന്നു. തന്നെ അറുക്കുവാൻ കൊണ്ടുപോകുകയാണെന്ന്, തന്നെ ക്രൂശിക്കാൻ കൊണ്ടുപോകുകയാണെന്ന് യേശുവിന് അറിഞ്ഞിട്ടും യേശു മിണ്ടാതിരുന്നു. പക്ഷേ യെരമ്യാവിന്റെ സ്ഥിതി എന്തുവാണ്? തനിക്ക് അറിയത്തില്ല. യെരമ്യാവ് പറയാ, അയ്യോ, ഞാനിതൊന്നും അറിഞ്ഞില്ല, എന്നെ ഇവരെന്തോ ചെയ്യാൻ പോവാ. അവിടെ എഴുതിയേക്കുന്നത് വൃക്ഷത്തിന്റെ, അത് എത്രാമത്തെ വാക്യം? 19-ാമത്തെ. അവന്റെ പേര് ആരും ഓർക്കാതിരിക്കേണ്ടതിന് നാം വൃക്ഷത്തെ ഫലത്തോടുകൂടെ നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേദിച്ച് കള. എന്തുവാ കാര്യം ഇപ്പൊ നടക്കുന്നേ? യെരമ്യാവിനെതിരെ ഒരു കോൺസ്പിറസി, ഈ പ്രവാചകനെ കൊന്നുകളയാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. പ്രവചനം കേട്ടവരെല്ലാം കൂടെ ഇന്നത്തെ പ്രവാചകന്മാരെയൊക്കെ പുകഴ്ത്തിയും എന്തുവാ
കൊണ്ട് നടക്കുക, പ്രവചിക്കുക, സഹോദര ദൂതുണ്ടോ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങ് കിടക്കുക. പക്ഷെ അന്നത്തെ പ്രവാചകൻ എന്തോ ചെയ്തതെന്ന് കണ്ടോ? ആ പ്രവാചകനെ തട്ടിക്കളയാൻ, കൊന്നുകളയാൻ വൃക്ഷത്തെയും ബലത്തെയും ഒരുമിച്ച് നമുക്ക് തകർക്കാം. അവന്റെ പേരിനി ആരും ഓർക്കാത്ത നിലയിൽ നശിപ്പിച്ച് കളയാനുള്ള ഒരു കോൺസ്പിറസി, രഹസ്യത്തിൽ ആലോചനകൾ നടക്കുക, ഗൂഢാലോചന, ആരും കാണാതെ, പ്രവാചകൻ അറിയാതെ പ്ലാനിങ് ആണ്. എങ്ങനെ നമുക്ക് യെരമ്യാവിനെ ഒതുക്കാം, എങ്ങനെ നമുക്ക് ഈ പ്രവാചകനെ നശിപ്പിക്കാമെന്നുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാം. അല്ല, എന്തുകൊണ്ടാ പ്രവാചകൻ ഇങ്ങനെ ചെയ്യാൻ കാരണം? എന്താ പ്രവാചകൻ ചെയ്ത തെറ്റ്? ഇവരുടെ എന്തെങ്കിലും മോഷ്ടിച്ചോ? ഇവരുമായിട്ട് എന്തെങ്കിലും അപമര്യാദയെ പെരുമാറിയോ? എന്തോ കാരണം? എന്തിനാണ് പ്രവാചകനെ കൊല്ലുന്നത്? കാരണം അതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 21-ാമത്തെ വാക്യം വായിച്ചാൽ കാരണം വ്യക്തമാകും. എന്തുവാ കാരണമെന്ന് നോക്കിക്കേ. 21-ാമത്തെ വാക്യം, വേഴ്സ് 21. അതുകൊണ്ട് നീ ഞങ്ങളുടെ കയ്യാൽ മരിക്കാതെ ഇരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞ് നിനക്ക് മതി. പ്രാണഹാനി വരും. മതി. അവിടുത്തെ വ്യക്തമാണ്. സംഭവം ഇത്രേ ഉള്ളൂ. നിനക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ നീ യഹോവയുടെ നാമത്തിൽ പ്രവചിക്കുന്നത് അവസാനിപ്പിക്കുക. യെരമ്യാവിനെ കൊല്ലാൻ പദ്ധതിയിട്ടതിന്റെ ഏക കാരണം, ഹി ഹാസ് ദ വേർഡ്, തന്റെ വായിൽ ദൈവത്തിന്റെ വചനമുണ്ട്, തന്റെ അധരത്തിൽ ദൈവത്തിന്റെ ആലോചനയുള്ളത് കൊണ്ടാണ് പോരാട്ടമുള്ളത്. കേൾക്കുന്നുണ്ടോ? വർഷത്തിന്റെ ആരംഭത്തിൽ ദൈവവചനത്തിന് വേണ്ടി നിൽക്കണമെന്നൊക്കെ ചിന്തിച്ചാൽ പോരാട്ടമുണ്ടാകും. ജീവിതം എപ്പോഴാ കഠിനമാകുന്നത്? ജീവിതം കഠിനമാകുന്നത് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കണമെന്ന് ഞാൻ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തീരുമാനമെടുത്താൽ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ടഫ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ടഫ്. യു വിൽ ഫേസ് ടഫ് ബാറ്റിൽ ബിക്കോസ് യു ഹാവ് ദ വേർഡ്. ഇവിടെ യെരമ്യാവിനെതിരെയുള്ള പോരാട്ടം തന്റെ ദൗത്യത്തിനെതിരെയാണ്, താൻ പറയുന്ന സന്ദേശത്തിനെതിരെയാണ് ഇങ്ങനെയുള്ള പോരാട്ടം. ഇവിടെ 21-ാം വാക്യത്തിൽ, വായിച്ച വാക്യത്തിൽ വ്യക്തമല്ലേ? നിനക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ സൊല്യൂഷൻ ഉണ്ട്, പരിഹാരമുണ്ട്. ഈ ദൂത് പറയുന്നത്, ഈ വചനം പറയുന്നത്, ഈ സന്ദേശം ഒന്ന് നിർത്താമെങ്കിൽ നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാം. യുവർ പ്രോബ്ലംസ് വിൽ ഗെറ്റ് ഓവർ ഇഫ് യു വിൽ ചേഞ്ച് ദ മെസ്സേജ് ഓർ യു വിൽ ഡൈല്യൂട്ട് ദ മെസ്സേജ്. പ്രിയമുള്ളവരെ, വർഷത്തിൽ കർത്താവിന് വേണ്ടി നിന്നാൽ പ്രതികൂലം ഉണ്ടാകുമെന്നുള്ളത് തിരിച്ചറിയുക. യെരമ്യാ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കണം. അല്ല, എന്തിനാ ഇത്രയും ശക്തമായി യെരമ്യാവിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ജനം തിരിഞ്ഞതിന്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് ഇത്രയും തന്റെ ജീവന് പോലും ഭീഷണി വരുന്ന നിലയിൽ ശക്തമായ എതിർപ്പ് വരാൻ കാരണം എന്താ? കാരണം തന്റെ ശുശ്രൂഷയിൽ താൻ ദൈവവചനത്തെ പ്രസംഗിക്കുന്നു എന്ന് പറയുന്ന പലർക്കും എതിരെ ചില പ്രസ്താവനകൾ ചെയ്തു. കേൾക്കണേ, യെരമ്യാവിനെതിരെ ജനം വന്നതിന്റെ കാരണം, because he made some comments against those who were preaching. അന്നത്തെ പ്രവാചകന്മാർക്കെതിരെ, അന്നത്തെ പുരോഹിതന്മാർക്കെതിരെ ചില പ്രസ്താവനകൾ താൻ ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം. നോക്കണം, ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പെട്ടെന്ന് കൊണ്ടുവരാം. നമ്മളിപ്പോൾ വായിക്കുന്നത് 11-ാമത്തെ അധ്യായമാണ്. അതിന്റെ മുമ്പുള്ള ചില അധ്യായങ്ങളിലെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ശക്തമായ ഭാഷയിൽ താൻ പറയുന്നത് നോക്കണം. 5-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 5-ാം അധ്യായം 31-ാം വാക്യം. ജെറമയ ചാപ്റ്റർ 5 വേഴ്സ് 31. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെയുണ്ട്? യെരമ്യാ പ്രവാചകന്റെ പ്രശ്നം, പ്രസംഗിക്കാൻ അവസരം കൊടുത്താൽ ഈ കള്ളപ്രവാചകന്മാർക്കെതിരെ എല്ലാം പറയും. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാർ അവരോട് കയ്യായി നിൽക്കുന്നു. അവര് ബ്രദേഴ്സാണ്. വിളിച്ചയാളും പ്രവചിച്ച ആളും സഹോദരന്മാരാണ്. കാരണം എന്താ? അവർക്ക് രണ്ടുപേർക്കും ഒരേ കാര്യം മതി, ജനത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത് അവരുടെ കയ്യിൽ വരണം. അവിടെ പ്രവാചകൻ ഒരു കാര്യം പറയാ,
ജനത്തിനും അതൊക്കെയാ ഇഷ്ടം. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ദിവസം ആര് വരുന്നുണ്ട്? ബാബിലോൺ വരുന്നുണ്ട്. ശത്രു ഇങ്ങ് അടുത്തു. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്നെ നശിപ്പിക്കുന്ന നാളടുത്തിരിക്കുക. ഇവിടെ ഇപ്പൊ നല്ലതാന്ന് കേട്ടിരിക്കാൻ സുഖമാ. പക്ഷേ ഈ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞു വരുന്നത്, പ്രവാചകനെതിരെ ഇത്രയും ശക്തമായി എതിർപ്പ് വരാൻ കാരണം തന്റെ വാക്കുകൾ അങ്ങനെ ആയിരുന്നു. 6-ാം അധ്യായം ഒന്ന് നോക്കി. 1-2 വാക്യം ഞാനൊന്ന് പെട്ടെന്ന് കാണിക്കാം. 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 6-ന്റെ 13 നോക്കിക്കേ. ജെറമയ 6:13. ആ അവരൊക്കെയും അബാലവൃദ്ധം ദ്രവ്യാഗ്രഹികൾ ആകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. 10-21. Chapter 10 verse 21. ഇടയന്മാർ മൃഗപ്രായരായി തീർന്നു, യഹോവയെ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് അവർ കൃതാർത്ഥരായില്ല. അവരുടെ ആട്ടിൻകൂട്ടമൊക്കെയും ചിതറിപ്പോയി. എന്തോ പറഞ്ഞു വരുന്നത്? ശക്തമായ ഭാഷയിൽ അന്നത്തെ പുരോഹിതന്മാർ, അന്നത്തെ പ്രവാചകന്മാർ ദിവ്യാഗ്രഹികളാണ്. അവർ യഹോവയെ അന്വേഷിക്കുന്നില്ല. 10-21 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫോർ ദ ഷെപ്പേർഡ്സ് ആർ സ്റ്റുപ്പിഡ്. അയ്യോ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണോ പാസ്റ്റർമാരെ പറ്റി, പ്രവാചകന്മാരെ പറ്റി പറയുന്നത്? യെരമ്യാവ് അങ്ങനെ പറഞ്ഞു. ദൈവത്തിന്റെ ആലോചനയുള്ളവൻ മുഖം നോക്കാതെ അന്നത്തെ വ്യാജത്തിനെതിരെ പ്രസംഗിച്ചു. അതുകൊണ്ട് ജനമെല്ലാം കൂട്ടം കൂടി ഇങ്ങനെ പറഞ്ഞവനെ നമുക്ക് ഒതുക്കാമെന്ന് പദ്ധതി ഒരുക്കുക. ഇന്നും അങ്ങനെയാണ്. എന്താ? കൂട്ടു ശുശ്രൂഷകന്മാരെ ബഹുമാനിക്കുക, മറ്റ് കർത്താവിന്റെ ദാസന്മാരോട് ആദരവില്ലാതെ സംസാരിക്കുക എന്നിങ്ങനെയൊക്കെയാണ് പറയുന്നത്. സത്യം പറയുമ്പോൾ കള്ളം എന്താണെന്ന് എക്സ്പോസ് ചെയ്ത് പറയേണ്ടി വരും. അതാണ് യെരമ്യാവും ചെയ്തത്. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 11-ാമത്തെ അധ്യായത്തിൽ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, എതിർപ്പുണ്ടാകാൻ കാരണമെന്ന്. ബിക്കോസ് ഈ സ്റ്റാൻഡിങ് ഫോർ ദ വേർഡ്, ദൈവവചനത്തിന് വേണ്ടി നിന്നു. അതുകൊണ്ട് എതിർപ്പുണ്ടായി. നമുക്കുള്ള പാഠം എന്താ? എനിക്കറിയാം എല്ലാവരും ശുശ്രൂഷിക്കുന്നവരല്ല. പക്ഷേ നമ്മൾ ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി ജീവിതം അങ്ങനെ കർത്താവിന്റെ വചനപ്രകാരം ക്രമീകരിക്കാൻ തുടങ്ങി, യു വിൽ ഹാവ് പ്രോബ്ലം. അത് നമ്മുടെ ജോലി സ്ഥലത്തും അങ്ങനെയാണ്. പലതിനോടും നോ പറയേണ്ടി വരും. പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും. വലിയ നഷ്ടമുണ്ടാക്കാം. പലരും മാറ്റി നിർത്താം. പലരും അവനെ കൂട്ടണ്ടെന്ന് പറഞ്ഞേക്കാം. അങ്ങനെ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മളെ ഒറ്റപ്പെടുത്തും. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. ശുശ്രൂഷയിലുള്ളവർ വചനം പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇഫ് യു പ്രീച്ച് ദ ട്രൂത്ത് യു വിൽ ബി കിക്ക്ഡ് ഔട്ട്, യു വിൽ നോട്ട് ബി വാണ്ടഡ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനിയും നമ്മൾ നോക്കിയത് അതിന്റെ കാരണമാണ് നോക്കിയത്. ഇനിയും വളരെ പ്രസക്തമായ ഒരു കാര്യം 11-ാം അധ്യായത്തിൽ ആരാണ് തന്നെ എതിർത്തതെന്ന് നോക്കണം. ഹു ആർ ദിസ് പീപ്പിൾ? ഇങ്ങനെ പദ്ധതി ഒരുക്കി രഹസ്യത്തിൽ തന്നെ ഒതുക്കാൻ, രഹസ്യത്തിൽ തന്നെ ഇല്ലാതാക്കാൻ പദ്ധതി ഒരുക്കിയവരാരാ? നമ്മൾ വായിച്ച വാക്യം 18-ാം വാക്യത്തിൽ പറയുന്നത് അവരുടെ പ്രവർത്തികൾ their evil deeds. പേരില്ല. 19-ാം വാക്യവും നമ്മൾ വായിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് അവർ എന്റെ നേരെ ഉപായം നിരൂപിച്ചു. അവരുടെ ഉപായം. പിന്നെ നമ്മൾ വായിച്ച 21-ാം വാക്യത്തിൽ ആരാണ് അവരെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 21-ാം വാക്യം നമ്മൾ വായിച്ച് നിർത്തിയതിന്റെ അടുത്ത ഭാഗം വായിച്ചാൽ മതി. നോക്കി 21-ാം വാക്യം. നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എവിടുത്തുകാരാ? അനാഥോത്ത് എന്ന് പറയുന്ന ഒരു ദേശത്തിലെ, ഒരു പട്ടണത്തിലെ ജനമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തേക്കുന്നത്. 11-ാമത്തെ വാക്യം മുതൽ യഹോവ തനിക്ക് വെളിപ്പെടുത്തിയ ഈ കോൺസ്പിറസി, ഈ തന്നെ ഇല്ലാതാക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അനാഥോത്തിലെ ജനമാണ്. എന്താണ് അനാഥോത്തിന്റെ പ്രത്യേകത? ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് ദി ടൗൺ ഓഫ് ദി പ്രീസ്റ്റ്. പുരോഹിതന്മാരുടെ പട്ടണമാണ്.
പുരോഹിതന്മാരുടെ പട്ടണമാണ്. അത് മനസ്സിലാക്കാൻ ഒരു വാക്യം ഇതേ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം 1-ാം വാക്യം നോക്കിയാൽ മതി. വായിക്കേണ്ട. അവിടെ പറഞ്ഞിരിക്കുന്നത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഒരുവനായിരിക്കുന്ന ഹിലിക്കിയാവിന്റെ മകൻ എന്ന് പറഞ്ഞാല് അനാഥോത്ത് ഈസ് എ പ്രീസ്ലി സിറ്റി. പ്രത്യേകിച്ചും പഴയ നിയമത്തിന്റെ പശ്ചാത്തലം പറഞ്ഞാൽ ജോഷുവ ജനത്തെ കനാനിലേക്ക് നയിച്ച് ജനത്തിന് രാജ്യം വിഭജിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാ ഗോത്രത്തിനും സ്ഥലം വിഭജിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഒരു ഗോത്രത്തിന് കൊടുത്തില്ല. ലേവ്യ ഗോത്രത്തിന്, പുരോഹിതന്മാർക്ക് കൊടുത്തില്ല. എന്നിട്ട് പുരോഹിതന്മാർക്ക് വേണ്ടി ചില പട്ടണങ്ങളെ വേർതിരിച്ചിരുന്നു. രാജ്യത്തിന്റെ പല സ്ഥലത്തായിട്ട് പല പട്ടണങ്ങളെ, ലെവൈറ്റ് സിറ്റീസ്, പ്രീസ്ലി സിറ്റി എന്ന് പറഞ്ഞ് ചില പട്ടണങ്ങളെ വേർതിരിച്ചിരുന്നു. നമ്മൾ കാണുന്നത് യോശുവയുടെ പുസ്തകം 21-ന്റെ 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അനാഥോത്ത് എന്ന് പറയുന്ന സ്ഥലം പുരോഹിതന്മാർക്ക് നിയമിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞു വരുന്നത്, യെരമ്യാവിനെതിരെ പദ്ധതി ഒരുക്കിയവർ ആരാ? സാധാരണക്കാരല്ല, പുരോഹിതന്മാരാ. അയ്യോ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സത്യത്തിൽ പുരോഹിതന്മാർക്കല്ലേ സത്യമേത വ്യാജമേത എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റേണ്ടത്? പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല. റിലീജിയസ് ഓഫീസ് ഉണ്ട്. എന്തുവാ, ഞാൻ ആ പുരോഹിതനാ, യെസ്, ഞാൻ ഈ ഇവിടുത്തെ വലിയ പുരോഹിതനാ, വലിയ ആളാണ്, എനിക്കിതെല്ലാം അറിയാമെന്നുള്ള നിലയിൽ ഇരിക്കുക. പക്ഷേ വ്യാജമേത സത്യമേത എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ അവരധപ്പതിച്ചിരിക്കുക. അതിന്റെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ്. കാരണം യെരമ്യാവ് ശക്തമായ ഭാഷയിൽ ഇവർക്കെതിരെ പറഞ്ഞു. പ്രത്യേകിച്ചും ഈ പുരോഹിതന്മാരാണെന്ന് പറയുമ്പോൾ അതിനും ഒരു പശ്ചാത്തലമുണ്ട്, അതിനൊരു ചെറിയൊരു പശ്ചാത്തലമുണ്ട്. യെരമ്യാവിന്റെ പുസ്തകത്തിൽ യെരമ്യാവ് ജനത്തെ വിളിക്കുന്നത് സത്യാരാധനയിലേക്കാണ്. സത്യാരാധന എന്ന് പറയുമ്പോൾ യെരുശലേം ദേവാലയത്തിൽ യഹോവയെ ആരാധിക്കുന്ന ആരാധനയിലേക്കും മടങ്ങി മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരാൻ വേണ്ടി വിളിക്കുക. പക്ഷെ അവിടെ അന്നത്തെ പശ്ചാത്തലത്തിൽ യെരുശലേം മാത്രമല്ല, യെരുശലേം ദേവാലയം മാത്രമല്ല, പുരോഹിതന്മാർ വേറെയും പല ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി, ചെറിയ ചെറിയ മന്ദിരങ്ങൾ, ആലയങ്ങൾ ഉണ്ടാക്കി അവിടെ വിഗ്രഹങ്ങളെ സ്ഥാപിച്ച് അവരുടെ സ്വന്തം ലാഭത്തിനു വേണ്ടി ജനത്തെ ഈ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുപോയി. അതിനെതിരെയൊക്കെ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ഈ പുരോഹിതന്മാർക്ക് സാമ്പത്തിക നഷ്ടം വന്നു കാണും. കാരണം അവരുടെ അടുത്തൊക്കെ വന്നുകൊണ്ടിരുന്നവരെയാണ് സത്യവചനത്താൽ ഈ കഴിഞ്ഞ ആഴ്ച വന്നവർ ഇന്ന് കാണുന്നില്ല. ചോദിച്ചു വന്നപ്പോഴാ മനസ്സിലായി യെരമ്യാവിന്റെ പ്രവചനം കേട്ടതാണ്. പിന്നെ വിടുമോ യെരമ്യാവിനെ? അതുകൊണ്ടാണ് ഇവര് അത്ര ഇങ്ങനെ പദ്ധതി ഒരുക്കിയത്. ഇന്നത്തെ പ്രവാചകന്മാരുടെ പ്രവചനം 6:7 നമ്മളിപ്പോ വായിച്ച ചില വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തം. 6:14 8:11 ഒരേ കാര്യമാണ്. ഒരു വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. 6:14 ഒന്ന് നോക്കിക്കേ. അതേ കാര്യം തന്നെ 8-ലും പറഞ്ഞിട്ടുണ്ട്. 6:14 ഒന്ന് നോക്കാമോ? ജെറമയ 6:14 സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. എങ്ങനെയുള്ള ചികിത്സയാ? ലഘുവായിട്ടുള്ള ചികിത്സ, പെയിൻലെസ് സർജറി, വേദനയില്ലാതെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് സുഖമായിട്ട് അവരെ പറഞ്ഞു വിടുക. പക്ഷെ യെരമ്യാവിന്റെ അവിടെ ചെന്ന് കുത്തി മുറിവേൽപ്പിച്ച ആഴത്തിൽ ആ പഴുപ്പെല്ലാം ഞെക്കി പുറത്താക്കി ഭയങ്കര ദുരന്തം വരുന്നുണ്ട്. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്നെ ശത്രു കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ അവര് എവിടെ പോകും? അവര് ഈ സമാധാനമായിട്ട് ആകെക്കൂടെ ഒരു ഞായറാഴ്ച കിട്ടുന്നതാ. അതിന് ഇതൊക്കെ പോയി കേൾക്കേണ്ട കാര്യമുണ്ടോ? സമാധാനമുള്ള എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് കേൾക്കാന്ന് ഓർത്ത് പോതാ. അപ്പൊ അവർക്ക് യെരമ്യാവിന്റെ ശുശ്രൂഷ ഒരു വെല്ലുവിളിയാണ്. യെരമ്യാവ് ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞ് ഈ മുറിവൊക്കെ വേദനിപ്പിക്കുന്ന പോലെ ചികിത്സിച്ചു തുടങ്ങിയാൽ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഇവരെല്ലാരും കൂടെ പുരോഹിതന്മാർ, അനാഥോത്തിലെ പുരോഹിതന്മാർ, ആത്മീകർ എന്ന് നടിക്കുന്നവർ തന്നെയാണ് പറയുന്നത്, നമുക്ക് യെരമ്യാവിനെ അങ്ങ് ഒഴിവാക്കാം, യെരമ്യാവിനെ വേണ്ട, ബാക്കി ആരാണേലും കുഴപ്പമില്ല, യെരമ്യാവിനെ നമുക്ക് കൂട്ടത്തിൽ കൂട്ടിയാൽ അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് യെരമ്യാവിനെ അങ്ങ് സൈഡാക്കുന്ന രീതി. പറഞ്ഞത് ആരാ? പുരോഹിതനാ, മഹാപുരോഹിതനാ. ജനം വിചാരിച്ചു ശരിയാണല്ലോ, നമ്മുടെ പുരോഹിതൻ പറഞ്ഞതല്ലേ,
പുള്ളിയെ നമുക്കങ്ങ് മാറ്റാം. അപ്പൊ അനാഥോത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത്, ഒന്ന് പുരോഹിതന്മാർ പാർക്കുന്ന പട്ടണമാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? രണ്ടാമത്തെ പ്രത്യേകത, ഇത് യെരമ്യാവിന്റെ ഹോം ടൗണാ. അനാഥോത്ത് ഈസ് ഹിസ് ഹോം ടൗൺ. തന്നെ എതിർക്കുന്നത് പുരോഹിതന്മാരാണെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഇത് തന്റെ സ്വന്തം പട്ടണമാണ്, താൻ ജനിച്ചു വളർന്ന നാടാണ്. അതാണ് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. അനാഥോത്തിലെ ബെഞ്ചമിൻ, ഇൻ ദ ലാൻഡ് ഓഫ് ബെഞ്ചമിൻ. ബെന്യാമിൻ ദേശത്ത്. ബെന്യാമിൻ ദേശത്തിന്റെ വാക്യം ഒന്ന് വായിക്കാം മലയാളത്തിൽ. ജെറമയ 1:1. ബെന്യാമിൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിന്റെ മകനായ യിരെമ്യാവിന്റെ വചനങ്ങൾ. അപ്പൊ എവിടുത്തുകാരനാ? അനാഥോത്തുകാരനാണ് യിരെമ്യാവ്. തന്റെ സ്വന്തം പട്ടണക്കാർ തനിക്കെതിരെ തിരിഞ്ഞു. ചർച്ചിലെ പാസ്റ്റർ മാത്രമല്ല, ദേവാലയത്തിലെ പുരോഹിതൻ മാത്രമല്ല, താൻ നോക്കിയപ്പോൾ തന്റെ നാട്ടുകാരെല്ലാം എതിരായി. അവിടെയും തീർന്നില്ല. തന്റെ നാട്ടുകാരാണെന്ന് പറയുമ്പോൾ തന്നെ തന്റെ കുടുംബത്തിലുള്ള ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ളവർ, പന്ത്രണ്ടാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. 12:6 ഒന്ന് നോക്കാം. 12:6. ജെറമയ 12:6. നിന്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു, അവരും കൂടെ നിന്റെ ആരാ ചെയ്തേക്കുന്നത്? നിന്റെ സഹോദരന്മാര്, പിതൃഭവനം. ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ട്, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവർ നിനക്കെതിരെ തിരിഞ്ഞിരിക്കുക. അപ്പൊ ആരാണ് ഇവിടെ പ്രശ്നം? ആരാണ് തനിക്കെതിരെ മാറിയത്? പുരോഹിതന്മാരാണ്, ഹോം ടൗൺ ആണ്, സ്വന്തം കുടുംബത്തിലെ എല്ലാവരും തനിക്കെതിരെ മാറി. പുതിയ നിയമത്തിലും ഇതിന് സമാനമായ കാര്യങ്ങൾ യേശുവും പറഞ്ഞിട്ടില്ലേ? യേശുവിന്റെ ശുശ്രൂഷയിൽ യേശു ശക്തമായി വിമർശിച്ചത്, യേശുവിനെ ശക്തമായി വിരോധിച്ചതാരാ? അന്നത്തെ മതത്തിന്റെ നേതാക്കന്മാരല്ലേ, പണ്ഡിതന്മാരാണ്, ന്യായപ്രമാണത്തിന്റെ പണ്ഡിതാക്കന്മാരാണെന്ന് പറയുന്നവരല്ലേ യേശുവിന് എതിര് നിന്നേ. യേശു കർത്താവ് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താ? ഇഫ് യു ആർ ഫോളോയിങ് മീ, എന്നെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ കുടുംബത്തെ വെറുക്കണം. എന്നെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ തന്നെത്താൻ വെറുക്കണം, എല്ലാം ത്യജിക്കണം, ക്രൂശ് എടുക്കണം, എന്നെ അനുഗമിക്കണം. എന്തുകൊണ്ടാ? കാരണം യേശുവിന്റെ പുറകെ പോകാൻ തീരുമാനിച്ചാൽ, യേശുവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കണമെന്ന് തീരുമാനിച്ചാൽ അംഗീകാരമല്ല കിട്ടാൻ പോകുന്നത്. സത്യത്തിന് വേണ്ടി നിന്നാൽ എല്ലാരും കൂടെ ആദരിക്കുകയല്ല ചെയ്യുന്നത്, എല്ലാരും കൂടെ ഒതുക്കാൻ, ഇല്ലാതാക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ദാറ്റ് ഈസ് എക്സാക്ട്ലി അത് തന്നെയാണ് നമ്മൾ ഈ പഴയ നിയമത്തിലും യെരമ്യാവിന്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നത്. യേശുവിന്റെയും ക്ഷണനം അതാണ്. കം, തന്നെ താൻ ത്യജിക്കാൻ തയ്യാറാണെങ്കിൽ വന്നാൽ മതി, ക്രൂശ് എടുക്കാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി. അതല്ലേ വലിയ പുരുഷാരം വന്നപ്പോൾ യേശു നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയാ, യോ എല്ലാരും കൂടെ വരില്ലേ? മരിക്കാൻ തയ്യാറാണോ? അങ്ങനെയുള്ളവർ വന്നാൽ മതി. ക്രൂശ് എടുക്കാൻ തയ്യാറാണോ? അങ്ങനെയുള്ളവർ വന്നാൽ മതി. അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകും, അല്ലെങ്കിൽ എതിർപ്പുകളുടെ മധ്യത്തിൽ തളർന്നു പോകും. അപ്പൊ പറഞ്ഞു വരുന്നത്, 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഈ കോൺസ്പിറസി, തന്നെ തകർത്ത് കളയാൻ പദ്ധതി ഒരുക്കിയത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാ, തന്റെ ഏറ്റവും അടുത്ത, ബാല്യം മുതലേ തന്നോടൊപ്പം ചിലപ്പോൾ ദേവാലയത്തിൽ പോയവരും താൻ വളരെ ആദരവോടൊക്കെ നോക്കിയ പുരോഹിതന്മാരൊക്കെ ആയിരിക്കാം. അവരൊക്കെയാണ് ഇപ്പൊ എതിർത്ത് നിൽക്കുന്നത്. അവര് പറഞ്ഞ ഇത്രേ ഉള്ളൂ, കീപ് സൈലന്റ്, മിണ്ടാതിരിക്കാമെങ്കിൽ നിനക്ക് കുഴപ്പമില്ലാതെ പോകാം, ദൈവത്തിന്റെ നാമത്തിലുള്ള നിന്റെ ശുശ്രൂഷ അങ്ങ് അവസാനിപ്പിക്കും. നമ്മൾ ഇതേ കാര്യം മറ്റൊരു പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഒരിക്കൽ ഒരുമിച്ച് ധ്യാനിച്ചതാണ്. കഴിഞ്ഞ വർഷം ഒരിക്കൽ നമ്മൾ ധ്യാനിച്ചതാണ്. ഓർമ്മയിൽ ഉണ്ടെങ്കിൽ നല്ലതാ. ആമോസ് പ്രവാചകന്റെ പുസ്തകം നമ്മൾ ഒരുമിച്ച് ഇവിടെ ഒരിക്കൽ ധ്യാനിച്ചതാണ്. അവിടെ 7-ാമത്തെ അധ്യായത്തിൽ ഇതേ സംഭവമാണ്. താന് ദൈവത്തിന്റെ ദൂത് കേട്ട് അവൻ പറയുന്നത്, ആമോസ് പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാന്
പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, കാട്ടത്തിപ്പഴം പറക്കിക്കൊണ്ടിരുന്നപ്പോൾ യഹോവ എന്നെ പിടിച്ച് എന്നോട് പറഞ്ഞു, നീ പോയി പ്രവചിക്ക എന്നൊക്കെ പറഞ്ഞു പോയതാ. അയ്യോ, ദൈവത്തിന്റെ ആലോചന കേട്ട് തന്റെ ജോലിയും കരിയറൊക്കെ വിട്ട് ശുശ്രൂഷക്ക് ഇറങ്ങി, വലിയ കാര്യത്തിൽ ശുശ്രൂഷയ്ക്ക് അവിടെ ചെന്നപ്പോ അവിടെയും ഉണ്ട് ഒരു പുരോഹിതൻ. അനാഥോത്തിലെ പുരോഹിതൻ എന്ന് പറഞ്ഞ പോലെ അവിടെയും പുരോഹിതനാ. ഈ പുള്ളിക്കാരനാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നത്. താനാണ് ഈ പ്രവാചകൻ തിരിച്ചത്. അവിടെ ഉപയോഗിച്ചിരുന്ന വാക്ക് ഓർമ്മയുണ്ടോ? ആമോസിനോട് പറഞ്ഞത്, എടോ പ്രവാചക, നിന്റെ പ്രവചനം ഇവിടെങ്ങും വേണ്ട, വേണേ നിന്റെ നാട്ടിൽ പോയി പ്രവചിച്ചോണം. അവിടെ പ്രവചിച്ചു കഴിയുമ്പോൾ എന്തോലും കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നീ അപ്പം തിന്ന് നിന്റെ നാട്ടിലെങ്ങാനും ജീവിച്ചാൽ മതി. ഇവിടെ നിന്റെ പ്രവചനവും വേണ്ട, ഇവിടെ നിന്റെ ശുശ്രൂഷയും വേണ്ട. എടോ ദർശക, അപ്പൊ പറഞ്ഞിരുന്നത് യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. അത് പറഞ്ഞ ഓടിച്ചു വിടുമായിരുന്നു. പ്രവചനം മതി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എടോ പ്രവാചകം തന്നെയോ, അത് ആ വാക്യത്തിൽ തന്നെയല്ലേ, എടോ പ്രവാചക, എടോ ദർശക, അത് തന്നെ. എടോ ദർശക, അതെ ദർശക. ഗെറ്റ് അവേ ഓ സീർ, റൺ അവേ. പെട്ടെന്ന് ഓടിക്കോ, അല്ലെ നിന്നെ ഇല്ലാതാക്കും. അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം ഇത്രേ ഉള്ളൂ. പഴയ നിയമം മുതലേ എതിർപ്പ്, പോരാട്ടം ദൈവവചനത്തിനെതിരെ, ദൈവവചനം പ്രസ്താവിക്കുന്നവർക്കെതിരെ, ദൈവത്തിന്റെ പ്രവാചകന്മാർക്കെതിരെ ഉണ്ട്. അത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിന്റെ ഒരു പാരലായിട്ട് പറഞ്ഞാല്, ഇത്രയും പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. യേശു ഒരിക്കൽ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യപുത്രൻ ആരെന്ന് ജനം പറയുന്നു എന്ന് ചോദിക്കുന്നു. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനം പറയുന്നത്? അപ്പോ മറുപടി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞത്, ചിലര് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നുണ്ട്, ചിലര് ഏലിയാവ എന്ന് പറയുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ യെരമ്യാവിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ചിലര് യെരമ്യാവാണെന്ന് പറയുന്നത്. കാരണം എന്താ? യേശുവിനെ എന്തോ ചെയ്തു? സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തക്കാർ അവനെ തള്ളിക്കളഞ്ഞു. യെരമ്യാവും അങ്ങനെ ആയിരുന്നു. ഹി വാസ് ഹിസ് ഹോം ടൗൺ, തന്റെ സ്വന്തം നാട്ടുകാരൻ. യേശു നസറത്തിൽ ചെന്നപ്പോ എന്ത് സംഭവിച്ചേ? നസറത്തുകാരെല്ലാം കൂടെ ഓടിച്ചു. ഇതേ കാര്യം തന്നെയാണ്. സോ ദി പ്രോഫറ്റ് ഈസ് റിജക്റ്റഡ് ഇൻ ഹിസ് ഹോം ടൗൺ. ഓടിക്കുകയാണ്. മടങ്ങി നമുക്ക് യെരമ്യാ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് തന്നെ വരാം. അപ്പൊ 11-ാമത്തെ അധ്യായത്തിലെ പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. അവിടെ കാണുന്നത് എതിർപ്പാണ്. പ്രവചനം നിർത്താനുള്ള ശക്തമായ താക്കീത് നൽകുക, ശക്തമായ താക്കീത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് 12-ാമത്തെ അധ്യായം. അപ്പൊ എന്റെ ഒരു റീഡിങ്, ഞാനിത് വായിക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ വന്നത്, ഒരു പക്ഷെങ്കിൽ 11-ാമത്തെ അധ്യായത്തിൽ താൻ നേരിട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഈ അനർത്ഥത്തെ ഓർത്തപ്പോൾ ഒരു പക്ഷെങ്കിൽ തന്റെ ജീവിതത്തിൽ നിരാശ കടന്നിട്ടുണ്ടാവും. ഈ സംഭവം താൻ തന്നെ പറ്റിയും തന്റെ ശുശ്രൂഷയെ പറ്റിയൊക്കെ വളരെയധികം ചിന്തിച്ചു കാണും. താൻ ഇരുന്ന് ചിന്തിച്ചു കാണും, ലോർഡ് വൈ, ദൈവമേ എന്തുകൊണ്ടാ ഇങ്ങനെ? അവിടെയാണ് 12-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം ഞാൻ പറഞ്ഞ ഒരു കംപ്ലൈനിങ്ങിലേക്ക് താൻ മാറുക. ഈ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് മീനിങ് അതിലുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് സെൻസിലല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈസ് ബിക്കമിങ് ഓണസ്റ്റ് ബിഫോർ ദ ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ താൻ തന്റെ ഉള്ളിലുള്ളത് തുറന്നു പറയുക, സത്യസന്ധമായിട്ട് തന്റെ ഉള്ളിലെ വേദന താൻ പറയുക. പരസ്യമായി ജനത്തിന്റെ മുൻപിൽ ഈസ് വെരി ബോൾഡ്, ജനത്തിന് മുമ്പിൽ വളരെ ശക്തനായ പ്രവാചകനാണ്. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ഈസ് ബ്രോക്കൺ. കാരണം ഉള്ളിൽ കൺഫ്യൂസ്ഡാ, ഉള്ളിൽ സംശയങ്ങളാ, നേരിട്ട എതിർപ്പുകൾ, വെല്ലുവിളികൾ, കളിയാക്കൽ, സാഹചര്യത്തിന്റെ സമ്മർദ്ദം തന്നെ ബ്രേക്ക് ചെയ്യുക. ഉണ്ടോ അങ്ങനത്തെ അനുഭവം? പുറമേ നമ്മൾ യെസ് ശക്തിയുള്ളവരാണെന്നൊക്കെ പിടിച്ചു നിൽക്കുക, പക്ഷെ ഉള്ളിൽ നീറുക. എവിടെ പറയും, എന്തോ ചെയ്യും? അതായത് യെരമ്യാവിന്റെ ഈ പ്രാർത്ഥന ഒരു മോഡലാണ്. ബി ഓണസ്റ്റ് ബിഫോർ ദ ലോർഡ്. എന്റെ സങ്കടങ്ങൾ അറിയുന്ന,
എന്റെ വേദനകൾ അറിയുന്ന, എനിക്കെല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം അത് യേശുവിന്റെ സന്നിധിയാണ്. പറയാൻ പറ്റുന്നില്ല. ബട്ട് ഹീസ് ബിക്കമിങ് ഓണസ്റ്റ്. താൻ തുറന്ന് ദൈവസന്നിധിയിൽ തന്റെ കൺഫ്യൂഷനുകൾ, തന്റെ ഉള്ളിലെ നിരാശകളെല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വെക്കുക. അതാണ് 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 12-ാമത്തെ അധ്യായം തുടങ്ങുന്നത്, താൻ സംശയങ്ങളുമായിട്ടൊക്കെയാ വരുന്നതെങ്കിലും തുടങ്ങുന്നത് ദൈവത്തിന്റെ നീതിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും എന്ന് പറഞ്ഞ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ പറയാ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും, ഞാൻ ഇങ്ങനെയൊക്കെ സംശയങ്ങൾ പറഞ്ഞാലും, ലോർഡ് യു ആർ റൈച്ചസ്. നിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവത്തില്ല, നിന്റെ സ്വഭാവത്തിന് കളങ്കമുണ്ടാകത്തില്ല. എന്റെ സംശയങ്ങൾ ഞാൻ കൊണ്ടുവരികയാണ്. യു ആർ റൈച്ചസ്. He's beginning his questioning, he's beginning his complaint with God's righteousness. എന്താണ് യെരമ്യാവിന്റെ പ്രശ്നം? എന്താണ് യെരമ്യാവ് പറഞ്ഞ ചോദ്യങ്ങൾ? അതിലേക്ക് നമുക്ക് വരാം. നോക്കിക്കേ, 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കണേ. 1-ാം വാക്യത്തിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് വായിക്കണമേ. യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും. എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയന്മാരായിരിക്കുന്നത് എന്ത്? നീ അവരെ 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുവാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയന്മാരായിരിക്കുന്നതും എന്ത്? 2 questions. ചോദ്യം ഇതാണ്, യഹോവേ, അങ്ങാണ് സർവത്തെയും നിയന്ത്രിക്കുന്ന അധികാരം ഉള്ള ദൈവം അങ്ങാണെങ്കിൽ എന്തുകൊണ്ടാണ് ദുഷ്ടന്മാർ ഇങ്ങനെ തഴയ്ക്കുന്നത്, ഇങ്ങനെ ശുഭമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇഫ് യു കൺട്രോൾ എവരിത്തിങ്, അങ്ങാണ് അധികാരമുള്ള ദൈവമെങ്കിൽ, അങ്ങാണ് സകലത്തെയും നിയന്ത്രിക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഷ്ടൻ ശുഭപ്പെട്ടിരിക്കാൻ, പ്രോസ്പർ ചെയ്യാനുള്ള കാരണം എന്താ? 2-ാം വാക്യത്തിലും അത് തന്നെയാണ് പറഞ്ഞത്. നീ അവരെ നട്ടു, വേരൂന്നി വളർന്ന് ഫലം കായ്ക്കുന്ന ആര്? പ്രവാചകൻ പറയാ, ഈ ദുഷ്ടനെ വളരാൻ അനുവദിച്ചത്, വേരൂന്നി വളർന്ന് ഫലം കായ്ക്കാനൊക്കെ അങ്ങ് അനുവദിച്ചത് എങ്ങനെയാ? അങ്ങൊരു നല്ല ദൈവമല്ലേ? യു ആർ എ ഗുഡ് ഗോഡ്. ഹൗ ക്യാൻ എ ഗുഡ് ഗോഡ് അലൗ ഈവിൽ? നല്ലവനായ ഒരു ദൈവം ഇങ്ങനെ ദോഷം എങ്ങനെ അനുവദിക്കും? ഹൗ ക്യാൻ ഹി അലൗ ദാറ്റ്? ഇപ്പൊ നമ്മൾ ഈ 11-ാം അധ്യായത്തിലെ പശ്ചാത്തലത്തോട് ഇതിനെ ബന്ധിപ്പിച്ചു വെച്ചാൽ സത്യത്തിൽ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാം? താൻ ചോദിക്കുന്നത്, ദൈവമേ, അങ്ങയുടെ വചനമൊക്കെ കേട്ട്, അങ്ങയുടെ ആലോചന കേട്ട്, അങ്ങയുടെ വിളി അനുസരിച്ച് ഞാൻ പ്രവചിച്ചു തുടങ്ങിയതാ. പക്ഷെ എന്റെ സാഹചര്യം ഇങ്ങനെ. പക്ഷെ എന്നെ എതിർക്കുന്ന അനാഥോത്തിലെ പുരോഹിതന്മാർക്ക് പ്രശ്നമില്ല, അവിടുത്തെ കള്ളപ്രവാചകന്മാർക്ക് പ്രശ്നമില്ല. കള്ളപ്രവാചകന്മാർക്കല്ല അനുഗ്രഹം, അവർക്ക് മേൽക്കുമേൽ സമൃദ്ധി ഉണ്ടാവുക, അവരുടെ കൂട്ടത്തിൽ ആള് വർദ്ധിക്കുന്നു, വലിയ സംഭവങ്ങൾ നടക്കുന്നു, ഗ്രേറ്റ് തിങ്സ് ആർ ഹാപ്പനിങ്. അനാഥത്തിലും വലിയ വലിയ സംഭവങ്ങൾ നടക്കുക. പക്ഷെ ഞാൻ അങ്ങയുടെ ശബ്ദം കേട്ട് ഇറങ്ങിയതല്ലേ, എന്താ ഇങ്ങനെ സംഭവിച്ചേ? വൈ മൈ ലൈഫ് എലോൺ ഈസ് ലൈക്ക് ദിസ്? ചിന്തിച്ചിട്ടില്ലേ അങ്ങനെ? വലിയ പാരമ്പര്യമൊക്കെ വിട്ട്, വലിയ പള്ളിയും വലിയ വലിയ കുടുംബമൊക്കെ വിട്ട് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി, വർഷങ്ങൾ കുറെ ആയിട്ടും പ്രതീക്ഷിച്ചതുപോലൊന്നും കാര്യങ്ങൾ മാറാതെ വരുമ്പോ ഉള്ളിൽ അറിയാതെ ഒരു സംശയം, കർത്താവ്, ഞാൻ അങ്ങയുടെ ശബ്ദം കേട്ടൊക്കെ ഇറങ്ങിയതല്ലേ? അവർക്കാണ് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എനിക്കാണെങ്കിൽ എല്ലാ വർഷവും ഓരോ പ്രശ്നമാണ്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നുള്ള നിലയിൽ പലതിനാൽ വലഞ്ഞിരിക്കുമ്പോൾ ഈ സംശയം ഉള്ളിൽ അറിയാതെ ഉണ്ടാകും. സത്യത്തിൽ ഇത് യെരമ്യാവിന്റെ മാത്രം സംശയമല്ല, എത്രയോ പ്രവാചകന്മാരുടെ ഉള്ളിലും ഇതേ സംശയം ഉണ്ടായിട്ടുണ്ട്. പഴയ നിയമത്തിലെ പല വ്യക്തികളുടെ ജീവിതത്തിൽ, യോബിന്റെ പുസ്തകം നമുക്കറിയാം. യോബിന്റെ പുസ്തകത്തിലെ ഒരു പ്രധാന സംശയം ഇതാണ്: ദോഷം വിട്ടകലുന്ന, നീതിമാനായിരിക്കുന്ന, കുടുംബത്തിലും ദേശത്തിലൊക്കെ ദൈവഭക്തനായിരിക്കുന്ന ഒരു യോബ്, ആ യോബിന്റെ ജീവിതത്തിൽ ഇത്രയും തകർച്ച. വൈ? എന്തുകൊണ്ടാണ്? ഉത്തരമില്ല. യോബിന് സംശയം,
കൂട്ടുകാർക്കും സംശയം. എന്താ ഇങ്ങനെ? നീ എന്തോ പാവം ചെയ്തിട്ടുണ്ട്, നീ മാനസാന്തരപ്പെടണം എന്നൊക്കെ തന്നെ കുത്തി സുഹൃത്തുക്കൾ പറയുമ്പോഴും താൻ പറയുന്നില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ദൈവം എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു? ചോദ്യ, സംശയമാ. ഇതെല്ലാം ചെയ്തിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ? സങ്കീർത്തന പുസ്തകത്തിൽ എത്രയോ സങ്കീർത്തനം, 37 സങ്കീർത്തനം, 49, പ്രത്യേകിച്ച് 73 സങ്കീർത്തനം ദൈവമക്കൾക്ക് അറിയാവുന്ന ഒരു സങ്കീർത്തനാണ്. അവിടെ ആസാഫിനുള്ള സംശയം ഇതാണ്: ഞാൻ എന്റെ കാര്യങ്ങളെ വിശുദ്ധിയിൽ കാത്തതും ഞാൻ എന്റെ ജീവിതത്തെ നിർമ്മലമായി സൂക്ഷിച്ചതൊക്കെ വർത്ത്ലെസ്, വേസ്റ്റ് ആയി പോയി. എപ്പോഴാ? ദുഷ്ടനെ നോക്കിയപ്പോൾ. അവര് തഴച്ചു വളരുന്നു, അവർക്ക് ഒരു പ്രശ്നവുമില്ല, അവർക്ക് രോഗവും ഇല്ല, ബുദ്ധിമുട്ടുമില്ല, അവർ നാൾക്ക് നാൾ അഭിവൃദ്ധിയിലേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഞാനോ ഇങ്ങനെ പ്രാർത്ഥിച്ചതും കൂട്ടായ്മയ്ക്ക് പോയതും വചനം കേട്ടതും പ്രസംഗിച്ചതെല്ലാം വെറുതെ ആയല്ലോ എന്നുള്ളൊരു സംശയം. പ്രവാചകന്മാരുടെ ഇടയിലും പലർക്കും ഇതേ സംശയമാണ്. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതാണ്. താനും ഇതേ ചോദിക്കുന്ന, ലോർഡ് യു ആർ എ ഹോളി ഗോഡ്, നീ പരിശുദ്ധനായ ദൈവമാണ്, അങ്ങക്ക് എങ്ങനെ ഇത് അനുവദിക്കാം? ഹൗ ക്യാൻ യു അലൗ ദിസ്? സംശയം. ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിച്ചു? ദൈവത്തിന്റെ കൽപ്പന കേട്ട് ദൈവത്തിനു വേണ്ടി ഇറങ്ങിയിട്ട്, പ്രത്യേകിച്ചും യെരമ്യാവിന്റെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ താൻ ജനത്തെ സ്നേഹിച്ച്, തന്റെ സ്വന്തം ജനത്തെ സ്നേഹിച്ചുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. മടങ്ങി വാ, മാനസാന്തരപ്പെടും. പക്ഷെ അവര് കൈക്കൊള്ളാതെ തനിക്കെതിരെ തിരിയുക. ഈ നിലവിളിക്കിടയിൽ 12:1 മുതൽ 4 വരെ താൻ ഈ നിലവിളി പറയുമ്പോൾ 4-ാമത്തെ വാക്യം നോക്കിയ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദേശം പോലും എന്ന് പറഞ്ഞാല് ഈ ജനത്തിന്റെ പാപം, ഈ ദുഷ്ടന്മാരുടെ പ്രവർത്തികൾ നിമിത്തം ദൈവം പണ്ട് പറഞ്ഞിരുന്നു, നീ ദുഷ്ടതയിലേക്ക് തിരിഞ്ഞാൽ ദേശത്തിന് ഞാൻ ക്ഷാമം വരുത്തുമെന്നും ദേശത്തിൽ ഞാൻ വരൾച്ച വരുത്തുമെന്നൊക്കെ പഴയ നിയമത്തിലുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ദൈവം കൊടുത്തിരുന്ന കൽപ്പനകളാണ്. അപ്പം പ്രവാചകൻ പറഞ്ഞു, ദേശം മുഴുവനും നശിക്കുക, ദേശം മുഴുവനും നിലവിളിക്കുക, പക്ഷെ നീ ഇവരെ അനുവദിക്കുന്ന എന്തിനാ? വൈ ആർ യു അലൗവിങ് ദം ടു പ്രോസ്പർ വെൻ എവറിത്തിങ് എൽസ് ഈസ് ബീൻ ഷാറ്റർഡ്? കൂട്ടത്തിൽ യെരമ്യാവ് ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ വായിച്ചിട്ട് നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരാം. യെരമ്യാവ് ഒരു സൊല്യൂഷൻ പറഞ്ഞു. ഇങ്ങനെ പ്രശ്നങ്ങൾ, തന്റെ സംശയങ്ങളുടെ കൂട്ടത്തിൽ ഒരു പരിഹാരം. അത് 3-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കോ. 3-ാമത്തെ വാക്യം: എന്നാൽ യഹോവേ, നീ എന്നെ അറിയുന്നു, നീ എന്നെ കണ്ട് നിന്റെ സന്നിധിയിൽ എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ അവരെ വലിച്ചിഴക്കണമേ, കുലദിവസത്തിനായി അവരെ വേർതിരിക്കണമേ. കേട്ടോ, അതാ ഞാൻ പറഞ്ഞത്. യെരമ്യാവ് എന്ന് പറഞ്ഞ ഒരു പച്ചയായ മനുഷ്യനാണ്. താൻ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞ എന്തുവാ? ലോർഡ്, നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്യണമേ, എന്റെ ഉള്ളിലിരിക്കുന്നെല്ലാം നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ പറഞ്ഞത്, അറുപ്പാനുള്ള ആടുകളെ പോലെ അവരെ വലിച്ചിഴിക്കണമേ, കുലദിവസത്തിലേക്ക് അവരെ വേർതിരിക്കണമേ. എന്താ ഈ വാക്ക് തന്റെ വായിൽ വരാൻ കാരണമെന്ന് അറിയാമോ? മുമ്പേ നമ്മൾ വായിച്ചായിരുന്നു 11-ാമത്തെ അധ്യായത്തിൽ. എന്തോ വായിച്ചത്? അവര് യെരമ്യാവിനെ ഇത് ചെയ്യാനാണ് നോക്കിയത്. ആടിനെ കൊല്ലാൻ പോകുന്നത് പോലെ പിടിച്ചോണ്ട് പോയി കൊന്നുകളയാമെന്ന് അനാഥോത്തിലെ ജനം, പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവർ പ്ലാൻ ചെയ്തു. ഇപ്പൊ യെരമ്യാവ് തിരിച്ചു പ്രാർത്ഥിക്കുക, കർത്താവേ, അവരെ ഇങ്ങനെ അനുവദിക്കരുത്, ഈ ദേശവും നശിച്ചു, ഞാനും ഇങ്ങനെ നശിച്ചു പോകുക, അവരെ നീ ന്യായം വിധിക്കണമേ, അങ്ങയുടെ ഉത്തരം അരുളണമേ. സംശയങ്ങളും പരിഹാരങ്ങളും ഈ ആകുലതകളെല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവച്ചു. അതിനോടുള്ള ദൈവത്തിന്റെ മറുപടിയാണ് നമ്മൾ ഇന്ന് കുറിവാക്യമായി വായിച്ചത്. എനിക്കറിയാം സമയം ഇച്ചിരി മുന്നോട്ട് പോയി, പെട്ടെന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എന്തുവാ പ്രശ്നം? പ്രശ്നം സംശയമാണ്. എന്തുവാ പ്രശ്നം? നിരാശയാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, എതിർപ്പുകൾ, വെല്ലുവിളികൾ, കളിയാക്കൽ, പഴി, പ്രോബ്ലംസ് എവരിവെയർ, ഡൗട്ട്ഫുൾ. എന്താ ഇങ്ങനെ? സംശയമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. അവിടെ ദൈവം പറയുന്ന ഉത്തരമാണ് നമ്മൾ വായിച്ചത്. പക്ഷേ വായിച്ച ഉത്തരത്തിൽ, ദൈവം കൊടുത്ത ഉത്തരത്തിൽ യെരമ്യാവ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ഇല്ല. There is no direct answer to the questions raised by Jeremiah. അതാണ് നമ്മൾ വായിച്ചത്. അതാണ് നമ്മൾ വായിച്ച
കുറിവാക്യം. 5-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന്. അതാണ് ദൈവത്തിന്റെ ആൻസർ. ഗോഡ്സ് ആൻസർ ടു ദി കംപ്ലൈനിങ്, ടു ദി ഡെസ്പറേറ്റ്, ടു ദി ഡിസ്കറേജ്ഡ് പ്രൊഫറ്റ്. എന്തുവാ പറയുന്നത്? കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ച് ഓടും. എന്തുവാ പറഞ്ഞു വരുന്നത്? യെരമ്യാവേ, കാലാളകളോടുകൂടെയുള്ള ഓട്ടമാണിത്. ഏതാ കാലാളകൾ? അനാഥോത്തിലെ പുരോഹിതന്മാരല്ലേ നിനക്കെതിരെ നിൽക്കുന്നേ? നിന്റെ സ്വന്തം കുടുംബക്കാരല്ലേ നിനക്കെതിരെ നിൽക്കുന്നേ? അതെ. നിന്റെ സ്വന്തം വീട്ടുകാരല്ലേ നിനക്കെതിരെ നിൽക്കുന്നേ? അതെ. ദൈവം പറയാ, ഇത് ഇവിടം കൊണ്ട് തീരത്തില്ല. നിന്റെ ശുശ്രൂഷ മുന്നോട്ടു പോകണമെങ്കിൽ, നീ വർഷങ്ങൾ മുന്നോട്ട് പോയി ശുശ്രൂഷിക്കുമ്പോൾ, നിനക്കെതിരെ അനാഥോത്ത് മാത്രമല്ല, യഹൂദ ദേശം മുഴുവനും, യഹൂദയിലെ രാജാവ് ഉൾപ്പെടെ സകലരും നിനക്കെതിരെ തിരിയും. ഈ പ്രവചന പുസ്തകം നിങ്ങൾ പല സന്ദേശങ്ങളായിട്ടും വായിച്ചിട്ടൊക്കെ കണ്ടേക്കാം. യു മേ ഹാവ് റെഡ് ദിസ് പോർഷൻസ്. അവിടെ പറയുന്നത് എന്താ? എന്തൊക്കെ പ്രതിസന്ധി ഈ പ്രവാചകൻ പിന്നീട് നേരിട്ടു. ഇപ്പോൾ പറയുന്ന ഈ ഗൂഢാലോചനയും ഈ കോൺസ്പിറസി മാത്രമല്ല, എത്രയോ കഠിനമായ പ്രതിസന്ധികൾ. പൊട്ടക്കിണറിൽ തന്നെ ഇട്ടു, തന്നെ കാരാഗ്രഹത്തിൽ അടച്ചു, രാത്രിയിൽ തന്നെ ആമത്തിലാക്കി. എത്രയോ പ്രതിസന്ധികളുടെ നീണ്ട ഒരു നിര ഈ പുസ്തകത്തിന്റെ ഒടുവിൽ വരെ വായിച്ചാൽ. പല വാക്യങ്ങളുണ്ട്, വാക്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്കറിയാമല്ലോ എത്രയോ സംഭവങ്ങൾ തന്റെ ജീവിതത്തിൽ നടക്കുക, എത്രയോ സംഭവങ്ങൾ. എന്നിട്ട് അതിനോടൊപ്പം പറഞ്ഞത് 2 ചോദ്യമാ. യെരമ്യാവ് ചോദിച്ചത് 2 ചോദ്യമാ, ദൈവം മറുപടിയായിട്ട് 2 ചോദ്യമായിരുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, കുതിരകളോട് നീ എങ്ങനെ ഓടും? രണ്ടാമതുള്ള ദൈവത്തിന്റെ ചോദ്യം നോക്കണം, സമാധാനമുള്ള ദേശം നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? 2 ചോദ്യമാ. ഉത്തരം എന്തുവാ? 2 ചോദ്യം. 2 ചോദ്യത്തിന്റെ മറുപടി ഇത്രേ ഉള്ളൂ. ഗോഡ് ഈസ് സേയിങ് ദിസ് റിലേറ്റീവ്ലി ഈസി. ഇപ്പോൾ നീ നേരിടുന്നത് പ്രവാചകനെ വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ഇതിനേക്കാളും കഠിനമായത് വരുമ്പോ നീ എന്തോ ചെയ്യും? ഇപ്പോൾ ക്ഷീണിച്ചാൽ. ഇപ്പോൾ നീ പാർക്കുന്നത് വലിയ പ്രശ്നമില്ലാത്ത നാട്ടിലാ, ഇപ്പോൾ സമാധാനമുള്ള ദേശമാ. പക്ഷേ വരുന്ന വർഷം നീ കാട്ടിൽ കൂടെ പോകേണ്ടി വരും. യോർദാന്റെ വൻകാട്, വന്യമൃഗങ്ങളുള്ള, ജീവന് ഭീഷണിയുള്ള വൻകാട്ടിൽ കൂടെ നിനക്ക് പോകേണ്ടി വരും. ഇപ്പോഴേ നീ കരച്ചിലാണെങ്കിൽ അപ്പോൾ നീ എന്തോ ചെയ്യും? എന്തുവാ ഉത്തരം? ഉത്തരം ഇത്രയേ ഉള്ളൂ. യെരമ്യാ, ഡോണ്ട് ബി ഡിസ്കറേജ്ഡ്, സ്റ്റോപ്പ് യുവർ കംപ്ലൈനിങ്. നിന്റെ നിരാശയും നിന്റെ വേവലാതി നിർത്ത്. നിന്റെ ജീവിതം തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ സത്യത്തിൽ ഈ ഉത്തരത്തിൽ ദൈവം പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഗോഡ് ഈസ് ജസ്റ്റ് അഷ്വറിംഗ് ദ പ്രോഫറ്റ്. ദൈവം പ്രവാചകൻ ഉറപ്പ് നൽകുക. എന്തോ ഉറപ്പ്? ഗോഡ് ഹാസ് നോട്ട് അബാൻഡൻഡ് ദ പ്രോഫറ്റ്. ദൈവം പ്രവാചകനെ കൈവിട്ടിട്ടില്ലെന്നുള്ള ഉറപ്പാണ് നൽകുന്നത്. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്നൊരു 2-3 കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങളെ ആ വായിച്ച വാക്യത്തിൽ നിന്ന് 2-3 സത്യങ്ങൾ, 2-3 സത്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ. യെരമ്യാവിനോട് ദൈവം പറഞ്ഞ ഈ ഉത്തരത്തിൽ നിന്ന് 2-3 സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ദൈവമക്കൾ കുറിക്കൊള്ളേണ്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു. ഞാൻ വായിച്ചപ്പോൾ എന്റെ വായനയിൽ ഞാൻ മനസ്സിലാക്കിയ, ഞാൻ പഠിച്ച ചില കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, the life of a Christian is not easy. ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. യെരമ്യാവിന്റെ ജീവിതത്തെ പഠിക്കുമ്പോൾ അനാഥോത്തിൽ പുരോഹിതനായി തുടർന്നായിരുന്നെങ്കിൽ പ്രശ്നമില്ല, കംഫർട്ടബിൾ ആയിരുന്നേക്കാം. അവരുടെ കൂട്ടത്തിൽ അവരുടെ ഒരാളായി ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വിളി കേട്ട് ദൈവാലോചന മനസ്സിലാക്കി കർത്താവ് പറഞ്ഞത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ അത് എളുപ്പമല്ല. ഇറ്റ് ഈസ് ലൈക്ക് എ മാൻ റണ്ണിങ് എ റേസ്. ഓരോട്ടക്കാരൻ ഓട്ടമോടുന്നത് പോലെ ദീർഘദൂരം ഓട്ടമോടുക. കാലുകളൊക്കെ ക്ഷീണിച്ച് നിർത്തിയാലോ എന്നൊക്കെ ചിന്തിക്കുക, പക്ഷെ നിർത്താതെയുള്ള ഒരു ഓട്ടം. പൗലോസും ക്രിസ്തീയ ജീവിതത്തെ ഓട്ടത്തോട് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടില്ല, എത്രയോ എടുത്ത് പറഞ്ഞേക്കുന്നു. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യം ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു വാക്യമാണ്, ഞാൻ പിന്നിലുള്ളതൊക്കെയും മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് എനിക്കും പ്രാപിക്കാൻ പറ്റുമോ എന്ന്
ആ ഒരു ബിരുദം എനിക്കും പ്രാപിക്കാമോ എന്നുള്ള ഒരു നിശ്ചയത്തോടെ താൻ ഓടുകയാണ്. ഇറ്റ് ഇസ് നോട്ട് ഈസി. എബ്രായ ലേഖനത്തിലും ഓട്ടത്തോട് കമ്പയർ ചെയ്തിട്ടല്ലേ പറഞ്ഞേക്കുന്നത്? റൺ വിത്ത് പെർസിവറൻസ്. നിർത്താൻ തോന്നുന്നുണ്ട്, സഹിഷ്ണുത. വിട്ടുകളയണമെന്ന് തോന്നുന്നുണ്ട്, മതി, അയ്യോ വയ്യ, നിർത്താം, ഇത്രയും മതി, ക്ഷീണിച്ചു, എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ഗോഡ് ഈസ് ടെല്ലിങ്, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവ് പറയാ, ഈ ഓട്ടം എളുപ്പമല്ല. പക്ഷെ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം ധ്യാനിച്ചാൽ, ക്ഷീണം മറന്ന് ഈ ഓട്ടം കർത്താവിനെ നോക്കി ഓടാൻ കർത്താവ് നമ്മൾ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ വിളിക്കുക. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എ ഈസി റേസ്. രണ്ടാമത്തെ കാര്യം ആ വാക്യത്തിൽ, the life will not become easier, it will become harder. ഓട്ടം എളുപ്പമാകുകയല്ല, ഓട്ടം കഠിനമാകുകയാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇപ്പോൾ ഓടിയത് കാലാളകളോടുകൂടാണ്, മനുഷ്യരായ പടയാളികളോടുകൂടെ ആയിരിക്കാം. പക്ഷെ ഇനി അവര് വരുന്നത് പടയാളികൾ കാലുകൊണ്ട് ഓടുന്നവരല്ല, അവര് കുതിരയുടെ മേളിൽ കയറി കുതിരയുമായിട്ടാണ് നിനക്കെതിരെ വരുന്നത്. ഇപ്പോൾ നീ പാർക്കുന്ന സമാധാനമുള്ള ദേശത്താണ്, പക്ഷെ ഇനി വരുന്നത് സമാധാനമുള്ള ദേശമല്ല, യോർദാന്റെ വൻ കാട്ടിലേക്ക് പറഞ്ഞു വരുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഈസി, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹാർഡർ. കഠിനമാകാൻ പോകുകയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫ്. ദ ലൈഫ് ഗെറ്റ്സ് ഹാർഡർ ആസ് വി മൂവ് അഹെഡ്. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ വരുമ്പോൾ പിള്ളേരോട് പറയും, മോനെ ഈ പരീക്ഷ കഴിഞ്ഞ ഇതാണ് മെയിൻ പരീക്ഷയാണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ബോർഡ് എക്സാം ആണെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ ഭയങ്കര കാര്യമായിട്ട് അവരെ പ്രഷർ കയറ്റും. പക്ഷെ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇനി പറയും 12ൽ ഒരു പരീക്ഷയുണ്ട്. ഒന്ന് കഴിഞ്ഞ് അപ്പോഴാണ് അടുത്തത്. 12 കഴിഞ്ഞപ്പോൾ ഓർത്ത്, 12ഓടെ എല്ലാം തീർന്ന് റെഡിയാന്ന് ഓർക്കുമ്പോഴാണ് അതിനേക്കാളും കഠിനമായത് മുന്നിലോട്ട്. ഈ പഠിത്തവും ഡിഗ്രി എല്ലാം കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇതൊന്നും അല്ല ജീവിതത്തിന്റെ പരീക്ഷ. ജീവിതത്തിൽ എത്രയോ പരീക്ഷകൾ വേറെ ഉണ്ട്. ഞാനിത് പറയുമ്പോൾ എന്നെക്കാളും പ്രായത്തിൽ മുതിർന്നവരാണ് ഇത് കേൾക്കുന്നവരെല്ലാം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ലൈഫ് ഇസ് ടഫ് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ടഫർ ഈച്ച് ഇയർ. ഇതൊരു യുദ്ധമാണ്, ഇത് കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുന്നോട്ട് പോകും തോറും കഠിനമായിക്കൊണ്ടിരിക്കും. ഈ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ വേൾഡ് കപ്പ് നടക്കും. ഞാൻ മറ്റോടത്ത് പറഞ്ഞൊരു ഉദാഹരണം പറയാം. ഈ വേൾഡ് കപ്പ് ഇങ്ങനത്തെ ഒക്കെ നടക്കുമ്പോൾ ആദ്യം ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളാണ്. അത് കഴിയുമ്പോഴാണ് പിന്നെ പ്രീ ക്വാർട്ടറായി സെമി ഫൈനലായി, ഫൈനലായി. ഈ ഓരോ സ്റ്റേജ് കഴിയും തോറും മത്സരം അങ്ങ് മുറുകുക. Just like that, as you go ahead, it is going to get tougher and tougher. മൂന്നാമത്തെ കാര്യം ആ വാക്യത്തിൽ നിന്ന്, ഒന്ന് ഞാൻ പറഞ്ഞത് ഇറ്റ് ഇസ് നോട്ട് ഈസി, രണ്ട് ഇറ്റ് ഗെറ്റ്സ് ടഫർ. മൂന്നാമത്തെ കാര്യം, ഈ ടഫായിട്ടുള്ള ഈ ഓട്ടത്തിൽ വി ആർ ബിക്കമിങ് ബെറ്റർ. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒന്ന് ഞാൻ പറഞ്ഞത് ഈസി അല്ല, രണ്ട് ഇത് ടഫാകുകയാണ്. പക്ഷെ ഈ കഠിനമായ ഈ യാത്ര ചെയ്യുമ്പോൾ വി ബിക്കം ബെറ്റർ ക്രിസ്ത്യൻസ്. ഇന്ന് ഞാൻ നേരിടുന്ന വെല്ലുവിളി നാളത്തെ വെല്ലുവിളി നേരിടാനുള്ള കരുത്ത് പകരുന്നതാ. ഇറ്റ് ഈസ് ഗിവിംഗ് മീ സ്പിരിച്വൽ മസിൽസ്. എന്റെ ആത്മീക ബലത്തിന് ഇന്നത്തെ പോരാട്ടം കാരണമായി തീരുക. വാട്ട് ഈസ് ഗോഡ് ഡൂയിങ്? എന്തിനാ കർത്താവ് ഇത് അനുവദിച്ചെന്നറിയാമോ? പോയ വർഷത്തിൽ കഠിനമായ സാഹചര്യങ്ങൾ കൂടെ പോകേണ്ടി വന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ, God is preparing you. God is strengthening you. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. കർത്താവ് നിങ്ങളെ ഒരുക്കുകയാണ്. യുദ്ധം തീർന്നിട്ടില്ല, ശത്രുവിന്റെ ബലം കുറഞ്ഞിട്ടില്ല. പക്ഷെ യുദ്ധങ്ങൾ കർത്താവ് നമുക്ക് ധൈര്യം പകരുകയാണ്, ബലം പകരുകയാണ്. കഠിനമായതിനെ നേരിടാൻ വൻ കാട്ടിൽ കൂടെ, വന്യമൃഗങ്ങളുള്ളതിന്റെ നടുവിൽ കൂടെ ധൈര്യത്തോടെ നടന്നു നീങ്ങാനുള്ള ബലമാണ് പോയ ദിവസങ്ങളിലെ കഷ്ടത. God has given us strength through these tough battles. പുതിയ നിയമത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിലെ വാക്യങ്ങൾ, എബ്രായ ലേഖനം 12-ലെ വാക്യങ്ങൾ, ഇതെല്ലാം പറയുന്നത് കഷ്ടത സഹിഷ്ണുതയെ ജനിപ്പിക്കും. If you go through trials,
ഇറ്റ് ഗിവ്സ് യു എൻഡ്യൂറൻസ്. സഹിക്കാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കുകയാ. എന്റെ സന്ദേശത്തെ അവസാനിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ ഇതിനോട് ചേർത്ത് വെച്ചെങ്കിലേ ഈ സന്ദേശം പൂർണ്ണമാകത്തുള്ളൂ. അല്ലെങ്കിൽ അയ്യോ പാസ്റ്ററെ, മൊത്തം യുദ്ധവും പ്രശ്നവും മാത്രമാണോ ഈ വർഷം? അതെ, ആണ്. അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ആറാമത്തെ വാക്യാണ്. ആറാമത്തെ വാക്യം 12:5 വായിച്ചത്. ആറാം വാക്യം കൂടെ വായിച്ചിട്ട് ചില കാര്യം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവസാനിപ്പിക്കാം. 12:6. വൻകാട്ടിൽ നീ എന്തു ചെയ്യും? നിന്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. അവരും കൂടെ നിന്റെ പിന്നാലെ ആർപ്പു വിളിക്കുന്നു. അവർ നിന്നോട് ചക്കരവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്. അപ്പം പരിഹാരം പറയാം. സൊല്യൂഷൻ. ലൈഫ് ഈസ് നോട്ട് ഈസി. ലൈഫ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ടഫർ ആൻഡ് ടഫ് ബാറ്റിൽസ് വിൽ മേക്ക് യു സ്ട്രോങ്ങർ. അതാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ അതിനുള്ള പരിഹാരമാണ് അവിടെ ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ പറയുന്നത് ഒറ്റ വാക്കിൽ അതിന്റെ ആ ഒരു സമ്മറി പറഞ്ഞാൽ, ഡു നോട്ട് ട്രസ്റ്റ് എനി ഹ്യൂമൻ. ഒരു മനുഷ്യനെയും ആശ്രയിക്കണ്ട. പറഞ്ഞു വരുന്നത്, യെരമ്യാവ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ താൻ ചിലപ്പോൾ ചിന്തിച്ചത്, എന്നെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്കൽ നൽകാൻ പോകുന്ന അനാഥോത്തിലെ പുരോഹിതന്മാരായിരിക്കും. കാരണം അവരെല്ലാം ആണല്ലോ എന്റെ പപ്പയോടൊപ്പം ശുശ്രൂഷിച്ചത്. അവരെല്ലാരും എനിക്ക് കൈത്താങ്കൽ നൽകി മോനെ പ്രവചിക്കണമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുമെന്ന് ഓർത്ത് കാണും. അവര് കൈ ഒഴിഞ്ഞു. സ്വന്തം ഭവനക്കാർ, സഹോദരന്മാർ, പിതൃഭവനം എല്ലാം ദ്രോഹമാ ചെയ്യുന്നേ. ഗോഡ് ഈസ് സേയിങ് ഡു നോട്ട് ബിലീവ് ദം. അവരെ വിശ്വസിക്കരുത്, അവരെ ആശ്രയിക്കരുത്. പിന്നെ എന്തുവാ പരിഹാരം? പിന്നെ ഈ പുസ്തകത്തിൽ യെരമ്യാവിനോട് ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം, ചാപ്റ്റർ 20 വേഴ്സസ് 11 നോക്കിക്കേ. 20:11 വാക്യം. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോടുകൂടെ ഉണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. അവർ ജയിക്കയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ ഏറ്റവും ലജ്ജിച്ചുവും ഒരിക്കലും മറന്നുപോകാത്ത നിത്യലജ്ജയോടെ തന്നെ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ യുദ്ധം കഠിനമാണ്. ഈ യുദ്ധം കഠിനമായിക്കൊണ്ടേയിരിക്കും. ഈ കഠിനമായ ഈ പോരാട്ടത്തിൽ നമുക്ക് ധൈര്യം പകരുന്നത് യുദ്ധവീരനായ മഹാവീരനെ പോലെ, ഗോഡ് ലൈക്ക് എ മൈറ്റി വാരിയർ. ഈ കഠിനമായ യുദ്ധത്തിൽ യുദ്ധം നയിക്കുന്ന ഒരുവൻ, കരുത്തുള്ളവൻ, ശക്തിയുള്ളവൻ എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പാണ്. ഈ വർഷത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ കർത്താവിന് നമ്മളോട് പറയാനുള്ളത് ഇതാണ്. യെസ്, ലൈഫ് മേ ഗെറ്റ് ഡിഫിക്കൾട്ട്. ഐ ഡോണ്ട് നോ, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, മഹാവീരനെ പോലെ എന്റെ യുദ്ധങ്ങളെ ജയിക്കാൻ എനിക്ക് കരുത്തു പകരുന്ന ഒരു ദൈവം, യഹോവ എന്നോടൊപ്പം ഇരിക്കും. Our strength is not in any man. ഒരു മനുഷ്യനിലുമല്ല, ഒരു വ്യക്തിയിലുമല്ല. ഈ യുദ്ധത്തിന് ബലം പകരുന്ന, ഈ വർഷത്തിൽ നേരിടേണ്ട സകല പോരാട്ടങ്ങളുടെ മധ്യത്തിൽ ബലം പകരുന്ന യഹോവയുടെ കരം, യഹോവയുടെ ആ ബലം നമ്മളോടൊപ്പം ഉണ്ടായി. ഗോഡ് ഈസ് വിത്ത് യു ഇൻ ദിസ് ബാറ്റിൽ. 2, ദൈവം പറയുന്ന, യെരമ്യാവിനെ വിളിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 1-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ദൈവം പ്രവാചകനെ വിളിക്കുന്ന ഒരു ഭാഗമാണ്. വിളിക്കുമ്പോൾ പ്രവാചകൻ പറയോ ഞാൻ ബാലനാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള മറുപടി ദൈവം പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 6 മുതൽ 8 വരെയുള്ള വാക്യം. Jeremiah 1:6-8. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളിച്ചെയ്ത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെ സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. കേട്ടോ വാക്യം? വാഗ്ദത്തം എന്തുവാണ്? പ്രവാചകനോട് ദൈവം പ്രാരംഭത്തിലെ പറഞ്ഞതാ, നിനക്ക് ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകും, പക്ഷേ the promise is this, നീ അവരെ ഭയപ്പെടരുത്. 8-ാം വാക്യത്തിൽ പറഞ്ഞത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ
നിന്നോട് കൂടെയുണ്ട്. ഫോർ ഐ ആം വിത്ത് യു ടു ഡെലിവർ യു. അത് 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതേ അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. നിന്നെ വിടുവിക്കേണ്ടതിന്, ഫോർ ഐ ആം വിത്ത് യു സേസ് ദ ലോർഡ് ടു ഡെലിവർ യു. നിന്നെ വിടുവിക്കേണ്ടതിന് നിന്നോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. ബാലനാണ്, ഇവര് കരുത്തുള്ളവരാണ്, എന്നെ ഇവർ ഇല്ലാതെയാക്കുമെന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെടേണ്ട. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന, വിടുവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, ഗോഡ് ലൈക്ക് എ മൈറ്റി വാരിയർ വിൽ ബി വിത്ത് അസ്. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ ഇത് ഹൃദയത്തിൽ എഴുതിയിടണം. വി മേ ഫേസ് ടഫ് ബാറ്റിൽസ്. പ്രതീക്ഷിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. നമുക്കറിയാത്ത ശക്തമായ വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. പല വിധത്തിൽ അത് നേരിട്ടേക്കാം. പക്ഷെ അതിന്റെ മധ്യത്തിൽ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കരുത്തനായ ഒരുവനുണ്ട്. എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവ് നമ്മളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ക്ഷീണിച്ചു മടുത്തുപോയോ? യുദ്ധത്തിൽ നിരാശപ്പെട്ടു പോയോ? ലോർഡ്, എന്താ എന്റെ ജീവിതം എങ്ങനെ? എന്നും എനിക്ക് ഇങ്ങനെ ആണോ? ഞങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റമില്ലേ? എന്നും ഇങ്ങനെ ആണോ എന്നൊക്കെയുള്ള ആകുലതയും വിഷമവും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ, കർത്താവ് യെരമ്യാവിനോട് പറഞ്ഞതുപോലെ എല്ലാ ചോദ്യത്തിനും ഒന്നും ഉത്തരമല്ല ദൈവം പറയുന്നു. പക്ഷെ ദൈവം ഇന്ന് ചിലരുടെ തോളിൽ തട്ടി പറയാൻ ആഗ്രഹിക്കുക, ഡു നോട്ട് ഗിവ് അപ്പ്. തോറ്റു പോകല്ലേ, ഡിസ്കറേജ്ഡ് ആയി പോകല്ലേ, മടുത്തു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ. കരുത്തനായ, ശക്തിയുള്ള മഹാവീരനെ പോലെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ പ്രാരംഭത്തിൽ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? കണ്ണുനീർ താഴ്വരയിൽ നിന്നോട് കൂടെ അന്ത്യം വരെ. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലിയ അന്ത്യം വരെ. ദ ലോർഡ് ഈസ് വിത്ത് us. എന്റെ കാര്യം നടത്തി തരാൻ. നിന്റെ മനം ഇളകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. തന്നല്ലേ ഞാനത് ഓർത്ത് പാട്ട്, ഇത് വളരെ കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. ക്ഷീണിച്ചു പോയ മനം, ക്ഷീണിച്ച് മടുത്തുപോയ യെരമ്യാവിനെ ഉണർത്തിയത് എന്ന് പറഞ്ഞിട്ട്, ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. ആ ഉറപ്പ് കിട്ടിയപ്പോഴാണ് 20-ാം അധ്യായത്തിൽ താൻ പറഞ്ഞത്, യെസ്, ദ ലോർഡ് ഈസ് വിത്ത് മീ ലൈക്ക് എ മൈറ്റി വാരിയർ. എന്നെ വിടുവിക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. ഇന്ന് ഈ വർഷത്തിന്റെ ആരംഭത്തിലും കർത്താവ് ചിലരോടൊക്കെ പറയുകയാണ്, ദ ലോർഡ് ഈസ് വിത്ത് us. കർത്താവിന് ഇതാണ് പറയാനുള്ളത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ട്രസ്റ്റ് ഹിം. ഒരു മനുഷ്യനിലുമല്ല, ഒരു മനുഷ്യനിലുമല്ല നമ്മുടെ പ്രതീക്ഷ. കർത്താവിൽ പ്രതീക്ഷ വെക്കുക. കാലാളകളോട് കൂടെ ഓടി നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? കുതിരപ്പടകളോട് ഓടാൻ കർത്താവിന്റെ ബലം, കർത്താവ് നമ്മളോടൊപ്പമുണ്ട്. യോർദാന്റെ വൻകാട്ടിൽ നമ്മളെ നടത്തുന്ന ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഈ വർഷം ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ പകരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.